നിങ്ങളുടെ സ്വപ്നങ്ങൾ എപ്പോഴെങ്കിലും അതുപോലെ തന്നെ പുലർന്നിട്ടുണ്ടോ? ജപ്പാനിലെ ആ പെൺകുട്ടി നിരന്തരമായി വളരെയേറെ വിചിത്രമായ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ഒരിക്കൽ അവൾ കണ്ടത് വലിയൊരു രാക്ഷസ തിരമാല ജപ്പാന്റെ തീരത്തെ വിഴുങ്ങുന്നതും അതിൽ പെട്ടുകൊണ്ട് അനവധി മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകുന്നതുമാണ്. അന്നാരും അവളെ കാര്യമാക്കിയെടുത്തില്ല. അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിച്ചില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിച്ചു. 2011 മാർച്ച് മാസത്തിൽ സുനാമി ജപ്പാനെ വിഴുങ്ങി. 20,000-ഓളം വരുന്ന ആളുകൾക്ക് മരണം സംഭവിച്ചു. അതോടുകൂടെ ജനശ്രദ്ധ അവളിലേക്ക് തിരിയാൻ ആരംഭിക്കുകയാണ്. 1999 അവൾ പുറത്തിറക്കിയ അവളുടെ പുസ്തകത്തിലേക്ക് തിരിയാൻ ആരംഭിക്കുകയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അനവധി സ്വപ്നങ്ങളെക്കുറിച്ച് അവൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ജാപ്പനീസ് ബാബ വാങ്ക എന്ന പേരിൽ പോലും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന റയോ തത്സുഗിയുടെ സ്വപ്നങ്ങളിലേക്ക്, അവരുടെ പ്രവചനങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലു ഹിയർ. ആയിരത്തി 1954 ജപ്പാനിലാണ് റയോ തത്സുഗി ജനിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ വളരെയേറെ വിചിത്രമായിട്ടുള്ള ചില സ്വപ്നങ്ങൾ അവൾ നിരന്തരമായിട്ട് കാണാൻ ആരംഭിക്കുകയാണ്. വളരെയേറെ വൈബ്രൻ്റ് ആയിട്ടുള്ള, അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള എന്തൊക്കെയോ തരത്തിലുള്ള ചില ഹിഡൻ മെസ്സേജുകളെല്ലാം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവൾ കണ്ട ഓരോ സ്വപ്നങ്ങളും. വരക്കാൻ അത്യാവശ്യം താല്പര്യം ഉണ്ടായിരുന്നതിനാൽ തന്നെ താൻ കാണുന്ന ഓരോ വിചിത്രമായിട്ടുള്ള സ്വപ്നങ്ങളും രാവിലെ എണീറ്റതിന് ശേഷം അവൾ തൻ്റെ ഡയറിയിൽ കുത്തിക്കുറിക്കുമായിരുന്നു, വരച്ചു വെക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ആ സ്വപ്നത്തിൽ അവൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഹിഡൻ മെസ്സേജസ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില അറിയിപ്പുകൾ, ചില കാര്യങ്ങൾ, അതും ഈ ഒരു ചിത്രത്തോടൊപ്പം തന്നെ അവൾ കുറിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ ഒരുപാടധികം വർഷങ്ങൾ കടന്നു പോവുകയാണ്. റയോ തൻ്റെ താല്പര്യത്തെ പിന്തുടർന്ന് തന്നെ മുന്നോട്ടേക്ക് പോവുകയും വളർന്നു വലുതാകുമ്പോൾ ഒരു ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റായിട്ട് അവൾ മാറി വരികയും ചെയ്യുകയാണ്. ഈ മാങ്ക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ജാപ്പനീസ് കോമിക്സ് അല്ലെങ്കിൽ കാർട്ടൂൺസ് ഒക്കെയാണ് മാങ്ക എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. അത് വരക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അതിൻ്റെ രചയിതാക്കളെയാണ് നമ്മൾ ഈ മാങ്ക ആർട്ടിസ്റ്റ് എന്ന പേരിൽ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ കരിയറിൽ വ്യത്യസ്ത രീതിയിലുള്ള വർക്കുകളൊക്കെ തന്നെയും അവർ പുറത്തിറക്കുന്നുണ്ട്. പല കമ്പനികൾക്ക് വേണ്ടിയിട്ടും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് 1999 അവർ ആ പുസ്തകം വിപണിയിലേക്ക് എത്തിക്കുന്നത്. ദ ഫ്യൂച്ചർ ഐ സോ, ഞാൻ കണ്ട ഭാവി എന്നതായിരുന്നു ആ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. കഴിഞ്ഞ ഒരുപാടധികം വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്ന വളരെയേറെ വിചിത്രമായിട്ടുള്ള, എന്നാൽ അവർ രാവിലെ എണീക്കുന്ന അവസരത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചിത്രങ്ങൾ, അവർ കണ്ട സ്വപ്നങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ആ ഒരു പുസ്തകം. എന്തുകൊണ്ട് ഇത്തരം ഒരു പുസ്തകം പുറത്തിറക്കി എന്ന ചോദ്യത്തിന് അവർക്ക് പറയാനുണ്ടായിരുന്ന മറുപടി, താൻ കണ്ട സ്വപ്നങ്ങളിലെ പല കാര്യങ്ങളും അതുപോലെ തന്നെ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയതോട് കൂടിയിട്ടാണ് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പുസ്തകം തയ്യാറാക്കാൻ അവർ തീരുമാനിച്ചതെന്നൊരു കാര്യമാണ്. പക്ഷേ പുസ്തകമൊക്കെ പുറത്തിറങ്ങിയെങ്കിൽ പോലും ആരും വലിയ തോതിൽ തന്നെ ആ പുസ്തകത്തെയോ അതിൽ അവർ വിശദീകരിക്കുന്ന കാര്യങ്ങളെ ഒന്നും തന്നെ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ആളുകളൊക്കെ തന്നെ നിസാരമാക്കി അതിനെ തള്ളിക്കളയുകയാണ്. പക്ഷേ ചില ആളുകളൊക്കെ വിശദമായിട്ട് അതിൽ പരിശോധിച്ചപ്പോൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ റയോ തത്സുഗി സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതവർ ഈ ഒരു പുസ്തകത്തിലൂടെ കുറിച്ചു വെച്ചിട്ടുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ കൂട്ടത്തിൽ ഏറ്റവും അധികം ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ പ്രവചനം ഡയാന രാജകുമാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടതാണ്. 1999 ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. പക്ഷേ 97 അവർക്ക് മരണം സംഭവിക്കുന്നത്. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുൻപേ തന്നെ റയോ ഈ കാര്യത്തെക്കുറിച്ചിട്ട് തൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ അവർ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്, ഒരു റോയൽ ലേഡി ഒരു ടണലിനകത്തൂടെ സഞ്ചരിക്കുന്നു. അവരെ പിന്തുടരുന്ന രീതിയിലുള്ള വ്യത്യസ്ത ഫ്ലാഷ് ലൈറ്റുകളുണ്ട്. മാത്രമല്ല ആ ടണലിനകത്ത് വെച്ചുകൊണ്ട് അപകടത്തിൽപ്പെട്ടുകൊണ്ട് അവർ മരണമടയുന്നു. ഇത്രയും കാര്യങ്ങളാണ് റയോ തൻ്റെ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ടായിരുന്നത്, കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനിയും ഈ ഡയാനയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പാരീസിൽ ഒരു ടണലിനകത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പാപ്പരാസികളൊക്കെ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ഒരുപാടധികം ചോദ്യങ്ങൾ ചോദിക്കാനും ഫോട്ടോകൾ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തിൽ അവരുടെ കാറിൻ്റെ വേഗത വലിയ തോതിൽ തന്നെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഈ ടണലിനകത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ കാർ അപകടം സംഭവിക്കുകയും അതിൽ പെട്ടുകൊണ്ട് ഡയാന രാജകുമാരിയും അവരുടെ ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളും ഒക്കെ തന്നെ മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഡയറക്റ്റ്ലി ഡയാന തന്നെയാണ് മരണപ്പെടുക എന്ന രീതിയിലൊന്നും റയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. രണ്ട് കാര്യങ്ങളും നമ്മൾ പരസ്പരം എടുത്ത് ഒരുപോലെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴാണ് ഇത് അത് തന്നെയല്ല എന്ന രീതിയിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ തന്നെ തോന്നുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രവചനം അല്ലെങ്കിൽ റയോയുടെ ആദ്യമായിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു പ്രവചനം എന്ന് പറയുന്നത് ഫ്രെഡി മെർക്കുറി എന്ന് പറയുന്ന ലോകപ്രശസ്തനായിട്ടുള്ള ബ്രിട്ടീഷ് സിംഗറുടെ മരണവുമായി ബന്ധപ്പെട്ടതാണ്. 1980 അവർ ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള സ്വപ്നം കാണുന്നത്. സ്വപ്നത്തിൽ ഒരു ന്യൂസ് ബ്രോഡ്കാസ്റ്റിലായിട്ട് ഫ്രെഡി മെർക്കുറി മരണപ്പെട്ടു എന്ന് പറയുന്നൊരു റിപ്പോർട്ട് വായിക്കുന്ന രീതിയിലാണ് അവരുടെ ആ ഒരു സ്വപ്നം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില ഭാഗങ്ങൾ കാണാൻ സാധിച്ചത് ഒരു വളരെയേറെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ മാഞ്ഞു പോകുന്നതായിട്ട് കൂടെ ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു സംഭവമൊക്കെ അരങ്ങേറിയിട്ട് വർഷങ്ങൾക്ക് ശേഷം 1991 നവംബർ 24 എയ്ഡ്സ് ഒക്കെ ബാധിച്ചതിനെ തുടർന്ന് ഫ്രെഡി മെർക്കുറി എന്ന് പറയുന്ന കലാകാരൻ ഈ ലോകത്തോട് വിട പറയുന്നത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് റയോ തത്സുഗിയിലേക്ക് ലോക ശ്രദ്ധ മുഴുവൻ തിരിയാൻ കാരണമായിട്ടുണ്ടായിരുന്നത് 1995 അവർ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്രവചനമാണ്. നോർത്ത് ഈസ്റ്റ് ജപ്പാനിലെ തീരങ്ങളെ വലിയ രാക്ഷസ തിരമാലകൾ വിഴുങ്ങുന്നു. ഇതിലകപ്പെട്ടുകൊണ്ട് അനവധിയായിട്ടുള്ള ആളുകൾക്ക് മരണം സംഭവിക്കുന്നു. ഒരു ഗ്രേറ്റ് ഡിസാസ്റ്റർ തന്നെ സംഭവിക്കുന്നു. 95 അവർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സ്വപ്നത്തിൽ കാണുന്നു, അത് എഴുതി വെക്കുന്നു. 99 പുസ്തകം പുറത്തിറക്കുന്നു. ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കാണുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അതിനത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല, ആരും തന്നെ അവർ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ 2011 മാർച്ച് മാസത്തിൽ അവർ പറഞ്ഞ അതേ ഒരു ടൈം പീരീഡിൽ തന്നെ ജപ്പാനിൽ ആ വലിയ സുനാമി അരങ്ങേറുകയാണ്. അതിൽ പെട്ടുകൊണ്ട് ഏറെക്കുറെ 20,000-ഓളം വരുന്ന ആളുകൾക്ക് മരണം സംഭവിക്കുകയും ഒരുപാടധികം ആളുകളെ കാണാതാവുകയും ചെയ്യുകയാണ്. ഏറെക്കുറെ 40 മീറ്റർ ഉയരത്തിലാണ് ആ വൻ തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 40 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഏറെക്കുറെ ഒരു 10-11 നില കെട്ടിടത്തിൻ്റെ ഒക്കെ അത്ര ഉയരം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഉയരത്തിൽ വരുന്ന ഈ രാക്ഷസ തിരമാലയിൽ പെട്ട് മുങ്ങി മരിച്ചതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 1,20,000-ഓളം വരുന്ന ബിൽഡിങ്ങുകളൊക്കെ പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞിട്ടുണ്ടായിരുന്നു. അനവധി ബിൽഡിങ്ങുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ റയോ തത്സുഗി പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു ഗ്രേറ്റസ്റ്റ് ഡിസാസ്റ്റർ തന്നെയാണ് 2011 സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടിയിട്ടാണ് വലിയ തോതിൽ തന്നെ ലോക ശ്രദ്ധ പോലും റയോ തത്സുഗിയിലേക്ക് തിരിയുന്നതും ജാപ്പനീസ് ബാബ വാങ്ക എന്ന രീതിയിലേക്ക് അവർ ഉയരുന്നതൊക്കെ. അവരുടെ ഈ ഒരു ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന പുസ്തകമൊക്കെ വലിയ തോതിൽ തന്നെ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതും ആളുകൾ അവരുടെ വാക്കുകളെ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ശ്രവിക്കാൻ ആരംഭിക്കുന്നതുമൊക്കെ. മാത്രമല്ല ഇത് കഴിഞ്ഞും 1999 അവരുടെ പുസ്തകത്തിൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന അവരുടെ മറ്റൊരു സ്വപ്നം അതുപോലെ തന്നെ യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നു. അത് COVID-19 ബന്ധപ്പെട്ടാണ്. 2020 ഏപ്രിൽ മാസത്തിൽ ഒരു മിസ്റ്റീരിയസ് വൈറസ് ലോകത്ത് വരും, അത് വലിയ തോതിൽ സ്പ്രെഡാകാൻ ആരംഭിക്കുമെന്ന രീതിയിലാണ് അവരുടെ ഈ ഒരു സ്വപ്നം ഉണ്ടായിരുന്നത്. നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ COVID-19 എന്ന് നമ്മൾ പറയുന്ന 2019 അവസാന ഭാഗത്ത് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു വൈറസ് ഏറ്റവും വലിയ തോതിൽ തന്നെ സ്പ്രെഡായിട്ടുണ്ടായിരുന്ന ഒരു ഭീകരരൂപം പ്രാപിച്ചൊരു സമയമൊക്കെയാണ് ഈ പറഞ്ഞ 2020 ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. ഏറെക്കുറെ അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമായി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇതോട് ചേർത്ത് വെച്ച് മറ്റൊരു കാര്യം കൂടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അത് 2030 ഇതേ വൈറസ് തന്നെ തിരിച്ചു വരുമെന്ന് അവർ കൂട്ടിച്ചേർക്കുന്ന ഇതിനോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഓൾറെഡി ഈ COVID-19 വൈറസ് ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമ്മളിപ്പോഴും അതിന് കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് ഇപ്പോൾ അത് മാറുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ കോവിഡിനെയൊക്കെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി നേടിക്കഴിഞ്ഞു എന്നൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ വ്യതിയാനങ്ങൾ ഈ വൈറസിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇനിയും അത് ആളുകളിലേക്ക് പടരാനൊക്കെയുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ 2030 ഇവരുടെ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് റയോ വലിയ തോതിൽ തന്നെ പിന്നെയും വൈറലായിട്ടുണ്ടായിരുന്നു. അത് 2025 വലിയൊരു സുനാമി വരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള അവരുടെ പ്രവചനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്.
കൃത്യമായ രീതിയിൽ തന്നെ വർഷവും അതുപോലെ മാസവും ഒക്കെ അവർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. 2025 ജൂലൈ മാസത്തിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് ജപ്പാൻ്റെ സൗത്ത് ഭാഗത്തായി വലിയൊരു സുനാമി വരുമെന്ന രീതിയിലാണ് അവരുടെ ഈ ഒരു പ്രവചനം ഉണ്ടായിരുന്നത്. ഓൾറെഡി അവർ പ്രവചിച്ച വലിയൊരു സുനാമി സംഭവിച്ചു എന്നൊരു കാര്യം കൊണ്ട് തന്നെ ആളുകൾ അവരുടെ ഈ വാക്കുകളെ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെയാണ് ശ്രവിച്ചിട്ടുണ്ടായിരുന്നത്, നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അനന്തരഫലമായിട്ട് ആവശ്യമായിട്ടുള്ള ചില മുൻകരുതലുകളിലേക്ക് പോലും ജാപ്പനീസ് ഗവൺമെൻറ് പോലും അവിടുത്തെ ആളുകൾ പോലും എത്തിച്ചേരുന്ന കാഴ്ചകൾ കൂടെ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഈ ഒരു ജൂലൈ മാസത്തിൻ്റെ ആദ്യ പകുതിയിലൊന്നും തന്നെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു സുനാമി കാണാൻ സാധിച്ചില്ല. സൗത്ത് ജപ്പാനിലൊരു അണ്ടർ സീ എർത്ത് ഉണ്ടാവുകയും അതിനുശേഷം വലിയൊരു സുനാമി ഉണ്ടാവുകയൊക്കെ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ അത്തരമൊരു കാര്യവും സംഭവിച്ചില്ല. പക്ഷേ ജൂലൈയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ജൂലൈ 30 റഷ്യയിൽപ്പെട്ട കംചത്ക എന്ന് പറയുന്ന ഭാഗത്തൊരു അണ്ടർ സീ എർത്ത് ഉണ്ടാകുന്നുണ്ട്. അതിനെ തുടർന്നിട്ട് തന്നെ ചെറിയ രീതിയിലുള്ളൊരു സുനാമിയൊക്കെ തന്നെയും സംഭവിക്കുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരിക്കലും ഈ റയോ പറയുന്നത് പോലുള്ള വലിയ ഭീമാകാരമായിട്ടുള്ളൊരു സുനാമിയായിട്ട് മാറുകയോ വലിയ തോതിൽ തന്നെ ആളുകൾക്ക് ജീവഹാനിയോ നാശനഷ്ടങ്ങളോ സംഭവിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൽപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇഞ്ചുറീസ് ആണെങ്കിലും കാഷ്വാലിറ്റീസ് ആണെങ്കിലും ഒക്കെ വളരെയധികം കുറവാണ്. വിശദമായിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇവിടെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രിക്കോഷൻസ് അവരെ എടുത്തത് കൊണ്ടുകൂടിയാണ് വലിയ അപകടത്തിലേക്കൊന്നും എത്താതെ തന്നെ ഈ ഒരു എർത്ത് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സുനാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെയും അതിന് തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ജപ്പാന് സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെയുള്ള ചോദ്യം, ഉയർന്നു വരുന്ന ചോദ്യം, റയോ തത്സുക്കി പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമായോ അല്ലെങ്കിൽ അവരുടെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ പുലർന്നോ എന്നൊരു കാര്യമാണ്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ജപ്പാൻ്റെ സൗത്ത് സൈഡിലാണ് അവർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നോർത്ത് സൈഡിലായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സുനാമി, ചെറിയ രീതിയിലുള്ളൊരു സുനാമിയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങൾ എന്തൊക്കെ തന്നെയായാലും ഒന്നും ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. വരും വർഷങ്ങളിലും സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് റയോയുടെ സ്വപ്നങ്ങൾ ഇതുപോലെ തന്നെയുണ്ട്. ഒരിക്കലും അവരൊരു പ്രവാചകയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഇതെല്ലാം പ്രവചനങ്ങളാണ് എന്ന് തീർത്ത് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ എന്ന രീതിയിൽ മാത്രമാണ് ഇതിനെല്ലാം തന്നെ വിശദീകരിക്കുന്നത്. അപ്പം ചില കാര്യങ്ങളൊക്കെ എടുത്ത് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചില കോയിൻസിഡൻസുകൾ അല്ലെങ്കിൽ വലിയ തോതിലുള്ള സാമ്യതകൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ പലരും അതിനെ കൂട്ടി വായിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇനി അവരുടെ ഭാവി പ്രവചനങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് 2040 ഒരു സഡൻ നോൺ ഹ്യൂമൻ ലൈഫ് ഫോം ഭൂമിയിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ ഇവിടെ പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മനുഷ്യരല്ലാത്ത ഒരു ഒരു ജീവൻ ഭൂമിയിൽ പെട്ടെന്ന് പ്രത്യക്ഷമാകുമെന്ന രീതിയിൽ പല ആളുകളും ഇതിനെ വിശദീകരിക്കുന്നത് ഏലിയനുകൾ 2040 ഭൂമിയിൽ വരുമെന്ന രീതിയിലാണ് അവരുടെ സ്വപ്നങ്ങൾ എന്ന നിലക്കാണ്. പക്ഷേ അവരൊരിക്കലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഏലിയനുകളാണ് വരുന്നതെന്നോ അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ വിശദീകരിക്കുന്നില്ല. ഇതും യാഥാർത്ഥ്യമാകുമോ എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ അവരുടെ ഒരു ഭാവി സ്വപ്നം അല്ലെങ്കിൽ ഭാവി പ്രവചനം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് മാറുകയും അതോടുകൂടിയിട്ട് ഭൂമിയിൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ആരംഭിക്കുകയും കാലാവസ്ഥ പൂർണ്ണമായിട്ടും താറുമാറാകുമെന്ന രീതിയിലൊക്കെയുള്ള അവരുടെ സ്വപ്നമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് യുവാക്കൾ നയിക്കുന്ന വലിയ റെവല്യൂഷൻസ് ലോകമെമ്പാടും സംഭവിക്കുമെന്ന് പറയുന്നൊരു കാര്യമാണ്. ഇന്നിപ്പോൾ വാർത്തകളിലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നേപ്പാളിലൊക്കെ തന്നെയും യുവാക്കൾ മുഴുവൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ജൻസികളൊക്കെ തന്നെയും അവിടെ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ ബാൻ ചെയ്തതോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളിലേക്കും പ്രതിഷേധ പരിപാടികളിലേക്കും ഒക്കെ ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും അവർ ഇത്തരത്തിലുള്ള യുവാക്കൾ വലിയ തോതിൽ തന്നെ റെവല്യൂഷൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികൾ നടത്തുമെന്നുള്ള രീതിയിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ അവർ കണ്ടിട്ടുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് വലിയൊരു ജനസാഗരം ഇരുട്ടിൽ വെളിച്ചവുമേന്തി നിൽക്കും എന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് എന്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പല രീതിയിൽ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അഞ്ചാമത്തെ ഒരു കാര്യം, മനുഷ്യൻ പൂർണ്ണമായിട്ടും മുത്തില്ലാത്ത ഒരു ചെപ്പി പോലെ ആകുന്നതായിരിക്കും എന്നൊരു കാര്യമാണ്. ഇതിനെയും നമുക്ക് വിശദീകരിക്കുകയാണെങ്കിൽ പല 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 രീതികളിലേക്ക് തീർച്ചയായിട്ടും അതിനെയും വ്യാഖ്യാനിക്കാനൊക്കെ നമുക്ക് കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആളുകൾ ചിലപ്പോൾ ഇവർ മുമ്പേ തന്നെ ഇത് പ്രവചിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ഇതിനെ കണക്ട് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. ആറാമത്തെ അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരുപാടധികം ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്നും ഇല്ലാതാകും, അപ്രത്യക്ഷമാകും. വലിയൊരു സൈലൻസ് തന്നെ, നിശബ്ദത തന്നെ പിന്നീട് അങ്ങോട്ട് ഭൂമിയിൽ ഉണ്ടാകുന്നതായിരിക്കും.
ചെവി പൊട്ടുമാറ് വലിയൊരു സൈലൻസ് തന്നെ ഭൂമിയിൽ നിലനിൽക്കുമെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ജപ്പാനിലെ സുനാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഒരുപാടധികം ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റയോട്സുജിയെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ വേണമെന്ന്. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എല്ലാ വീഡിയോയിലും നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സത്യത്തിൽ അവർ കാണുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായിട്ട് പുലരുന്നതാണോ, അതോ ആളുകൾ ചുമ്മാ പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അവരുടെ സ്വപ്നങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ട ഏതെങ്കിലും സ്വപ്നങ്ങൾ അതുപോലെ തന്നെ യാഥാർത്ഥ്യമായിട്ടുണ്ടോ, സത്യമായിട്ട് പുലർന്നിട്ടുണ്ടോ? വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ചോദിച്ച ചോദ്യം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ, നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ കൂടെ തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.